അപ്പം നമ്മൾ സുബൈക്ക് 5 മണിക്ക് നമ്മളവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്നല്ല നമ്മളെ ബ്രദേഴ്സ് പെയിൻറ്റേഴ്സ് കമ്പനിയും ബ്രദേഴ്സ് MCI പെയിൻറ്റേഴ്സ് കമ്പനിയും രണ്ടും പാടെ സ്പോൺസർ ചെയ്തിട്ടുള്ള ടൂറിന് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് നാടുകാണി ചുരത്തുമ്പലാണ്. നമ്മൾ സുബൈക്ക് 5 മണിക്ക് അവിടുന്ന് സ്റ്റാർട്ടിങ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളെ വീഡിയോ 1 ഡേ ട്രിപ്പിൻ്റെ വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പോന്നപ്പോൾ നാടുകാണി ചുരത്തുമ്പെത്തി. നാടുകാണി 1-ാം വളവ് ചുരത്തുമ്പിലെത്തി. അവിടെ നിന്ന് നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 44-45 ആൾക്കാരോളം നമ്മൾ ഒരു ബസ് ഫുൾ വിളിച്ചുകൊണ്ട് ഊട്ടിക്കുള്ള ഒരു 1 ഡേ ട്രിപ്പ് ആയിക്കാണ്ട് നമ്മൾ പോരുകയാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടുകാണി ചുരത്തുമ്പെത്തി. നാടുകാണി ചുരത്തുമ്പെത്തിയപ്പോൾ 1-ാം വളവൊക്കെ കഴിഞ്ഞേക്ക് നമുക്ക് സാധാരണ നാടുകാണി ചുരത്തുമ്പോൾ എല്ലാ സമയത്തും ആന ഉണ്ടാകലുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് ആനനെ കിട്ടി. ഒരു എന്താ പറയുക, കൊമ്പനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കൊമ്പനാണെന്ന് എന്നാൽ ഏതായാലും ഒരു നമുക്കൊരു ആനനെ കെട്ടി. ഏതായാലും ഈ ആന ഇടയ്ക്കിടയ്ക്ക് അവിടെ സ്ഥിരമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ആന. അപ്പം നമുക്ക് ആന റോഡിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അയാൾ അവിടെ ഇങ്ങനെ പുല്ല് നിന്ന് ഇങ്ങനെ ഇതാക്കാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോന്ന് തേലക്കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തി ഗൂഡല്ലൂർ നാടുകാണി ചെക്ക് പോസ്റ്റ്. നാടുകാണി ചെക്ക് പോസ്റ്റ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗൂഡല്ലൂർക്കാണ് പിന്നെ അങ്ങനെ പോകുന്നത്. പിന്നെ അതിൻ്റെ അടി കൂടെ ഒക്കെ എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാട്ടൊന്നും ഇപ്പോൾ ഇതിൽ ചേർക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ കോപ്പി ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്നും ഇതിൽ ചേർക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത്. ആളെ നമുക്ക് വ്യക്തമായിട്ട് നമ്മളിങ്ങനെ കാണാം. ഏതായാലും കുറേ ആൾക്കാർ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. 1-2 ആൾക്കാരൊന്നല്ല, ഞാനും പാടിക്കണ്. പിന്നെ വേറെ സുരേഷ്, പിന്നെ വേറെ ആൾ, അങ്ങനെ കുറേ ആൾക്കാർ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഡാൻസും ഒക്കെയാണ്. ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ പോയി എല്ലാവരും ഇങ്ങനെ ആഹ്ലാദിച്ച് അങ്ങനെ പോവാണ് ഊട്ടിക്ക്. അപ്പം നമ്മൾ എന്താണ് പെയിൻറ്റേഴ്സ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞല്ലോ. പെയിൻറ്റേഴ്സ് ഗ്രൂപ്പിൽ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും ഈ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറയുന്നതല്ലാതെ നേരിട്ട് ആർക്കും അറിയില്ല. അത് കുറച്ച് ആൾക്കാർക്ക് അറിയും, എന്നാലും എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ പറ്റും. പേര് പറഞ്ഞില്ലെങ്കിലും എല്ലാവരും മുഖച്ചായം എല്ലാവരും ഒന്ന് കണ്ടുകൊണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാണ്ട് ആഹ്ലാദിച്ച് നമ്മുടെ യാത്രകളെ പറ്റുകയാണ്. അപ്പോൾ നമ്മളെ ബസ്സിൽ 45 ആൾക്കാരാണ് നമ്മൾ ഈ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ഇങ്ങനെ നമ്മളിങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മളതാണ് ഇങ്ങനെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൂഡല്ലൂർ ടൗണൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നീലഗിരി ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ രാവിലത്തെ ചായ കുടിച്ചാണ്. ഏകദേശം ഒരു 7-8 മണിക്ക് രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ട് നല്ല പൊറാട്ടയും ചിക്കൻ കറിയും ചായയും പിന്നെ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും നമ്മളെ ഊട്ടി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ ബസ്സിനടുത്ത് പറയണം. ബസ് നമ്മളെ എളങ്കൂർ അവിടെയുള്ള ഒരു ബസ്സാണ്. നല്ല അടിപൊളി ബസ്സാണ്, കുഴപ്പമൊന്നുമില്ല. AC ബസ്സാണ്. ചിലങ്ക എന്നാണ് പേര്. ഡ്രൈവർമാരും ഒക്കെ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബസ് വരുന്നൊരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ പോന്നുകാണ്ട് കയറ്റ കയറി ചായ കുടിച്ച് നമ്മൾ പൈൻ ഫോറസ്റ്റ്, അതായത് സൂയിസൈഡ് പോയിൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലണ് കയറി കഴിഞ്ഞ് ഈ വളവണ് കയറി കഴിഞ്ഞാൽ പിന്നെ പൈൻ ഫോറസ്റ്റ്, സൂയിസൈഡ് പോയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ഇറങ്ങണില്ല. അവിടെ എന്താ ചെയ്യുക, നമ്മൾ നേരെ മാക്സിമം ഊട്ടിക്ക് എത്താണ്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചിലപ്പോഴൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ സമയം വൈകും. പിന്നെ ഈ അവിടെ ഊട്ടിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് പോലെ ബസ് കയറി പോകേണ്ട ഒരു സാഹചര്യം
ഉണ്ടായതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങോട്ട് പോകണം. തലക്കൊക്കെ പോയാണ് അവിടുന്ന് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങാമെന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ വേഗം അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടത്. ഏതായാലും ഇവിടെയൊക്കെ പൊളി വൈബാണ്, പൊളി കാഴ്ചയാണ്, നല്ല അടിപൊളി വൈബുള്ള സ്ഥലമൊക്കെ, നല്ല അടിപൊളി രസമാണ് കാണാൻ. പിന്നെ ഊട്ടി എത്താൻ നേരത്തെ ഏകദേശം തണുപ്പ്, ഇങ്ങനെ ചെറിയ തോതിൽ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊരു വൈബാണ്, പൊളിയാണ്. യാത്രകൾ ഇങ്ങനെ ഗംഭീരമാണ്. ഏതായാലും വഴിയെ ഓരോ യാത്രകൾ ഇങ്ങനെ നമ്മൾ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് ഊട്ടിയിലേക്ക് ലക്ഷ്യമാക്കി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മൾ ഡ്രൈവർമാരാണ്. നമ്മളെ ചിലങ്ക ബസ്സിൻ്റെ ഡ്രൈവർമാർ പോലാണിത്. ബസ്സിലെ ഡ്രൈവർ, ക്ലീനർ, നമ്മൾ പേര് ചോദിച്ചാൽ മറന്നു. ആ ഒരു ചെറിയൊരു പാൾട്ടായി. അതിന് ഏതായാലും പിന്നെ എപ്പോഴേലും ഒരിക്കലും നമുക്ക് പരിചയപ്പെടാം. പരിചയമൊക്കെ പെട്ടു. പക്ഷേ എന്താ വെച്ചാൽ പേര് ചോദിച്ചാൽ നമുക്ക് പറ്റ മറന്നുപോയി. അതേതായാലും പോട്ടെ. അതിന് നമുക്ക് ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ വിളിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പം അങ്ങനെ നമ്മൾ ചുരക്ക് കയറി അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിക്കുള്ള ചുരക്ക് കയറിയാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യാത്ര. അപ്പോൾ ഈ ഗൂഡല്ലൂരിന് വരുന്ന വാഹനങ്ങളൊക്കെ, വലിയ വാഹനങ്ങളൊക്കെ 17 HPF വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് പോലെ KSRTC ബസ്സിൽ കയറിപ്പോകും. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരാൾക്ക് 100 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ടിക്കറ്റുമ്മേ ഒരു 17 HPF ആ സ്ഥലം കേട്ടോ. ആ ഒരു പാസ്മേൽ 100 രൂപ തന്നെ നമ്മൾ ഒരാൾക്ക് എടുക്കുന്ന പാസ്മേൽ രാവിലെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം, അത് എന്നാ ഡേറ്റ് എടുക്കണമെന്ന് വെച്ചാൽ ആ ഡേറ്റ് ഫുള്ള് വൈകുന്നേരം 7-8 മണി വരെ നമുക്ക് ഫുള്ള് യാത്ര അങ്ങനെ ആ ദിനങ്ങനെ പോകാം. അപ്പോൾ നമ്മൾ ആ ബസ് കയറിയിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഫസ്റ്റ് നേരെ പോയത്. അതിൻ്റെ കാര്യങ്ങളാണ് കാണുക. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലവർ ഷോൻ്റെ ഏകദേശം ഒരാഴ്ച മുന്നാണ്, 3-4 ദിവസം മുന്നല്ല കേട്ടോ, ഏകദേശം ഒരാഴ്ച മുന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ ഫ്ലവർ ഷോൻ്റെ പരിപാടികളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിനെ പരിപാടികളൊന്നും ഫുള്ളായിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല, കുറേശ്ശെ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇത് ഈ ഫ്ലവർ ഷോ നടക്കുന്ന ഗാർഡൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. അവിടെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കാര്യങ്ങളൊക്കെ കണ്ടു. ഫ്ലവറുകളൊക്കെ കുറേശ്ശെ ഇങ്ങനെ വിരിഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് വരുന്നവർക്ക് കാണാനുണ്ടാവും. പിന്നെ വരുന്നവർക്കൊന്നും ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നൂല. ഫ്ലവർ ഷോൻ്റെ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാണാൻ നല്ല സംഗതി ഉണ്ട് അവിടെ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ഇവരെ KSRTCയിൽ പോരണമെന്ന്, ഇവരെ ഈ സർക്യൂട്ട് ബസ്സാണ് ഇതിന് പറയുന്നത് കേട്ടോ. പക്ഷേ ഈ ബസ്സിൽ നല്ല ബ്ലോക്കും നല്ല തിരക്കുമാണ് ഇപ്പോൾ ഈ ഊട്ടിയിൽ ഈ പ്രശ്നം. ഈ സമയത്ത് ഈ ബസ്സിൽ പോരുന്ന എൻ്റെ അഭിപ്രായത്തിൽ അവിടുന്ന് ഓരോ സ്ഥലത്തേക്ക് 20 ഉറുപ്പ്യുള്ളൂ. മിനിമം ചാർജ് ആകെ 20 ഉറുപ്പ്യുള്ളൂ. അപ്പോൾ ഈ ബസ് പോരുന്നതിൽ ഈ ഒരു കുറച്ച് ആൾക്കാരൊക്കെ 4-5 ആൾക്കാരൊക്കെ പോരുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഇതേമാതിരി ചെറിയ ചില്ലറ പൈസ കൊടുത്തുകാണ്ട് ലൈൻ ബസ്സിൽ കയറിയാണ്ട് 20 ഉറുപ്പ്യ എടുത്തുകാണ്ട് പോരുക ഏറ്റവും ലാഭം. എന്നാൽ ഈ 100 ഉറുപ്പ്യ എടുത്താൽ വൈകുന്നേരം വരെയൊക്കെ ഇറങ്ങണില്ലാറുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഭാഗം കണ്ടുകൊണ്ട് പിന്നെ ഏത് ബസ്സിലും ആണെങ്കിലും അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപാടി വേഗം കഴിച്ച് വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയാണ് ലാഭം. അല്ലെങ്കിൽ പിന്നെ ഈ 100 ഉറുപ്പ്യ എടുത്തുകൊണ്ട് പിന്നെ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ട് അങ്ങനെ കുറേ നേരം നിൽക്കണം. ബസ്സിന് കുറേ നേരം നിൽക്കും വേണം. പിന്നെ അതേമാതിരി നല്ല തിരക്ക് വൈകാരം അതോളം കാത്തുക്കും വേണം. 20 ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിന് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഈ പറഞ്ഞ മാതിരി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പറഞ്ഞ ഒരു 6-7 സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഫുള്ള് കറങ്ങട്ടോ ഈ 100 ഉറുപ്പ്യക്ക്. അത് വേറെ വിഷയം. അങ്ങോട്ടൊന്നും പൈസ കൊടുക്കണ്ട. അങ്ങോട്ടൊക്കെ പറഞ്ഞാൽ ആകെ ഈ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഗതി ഫുള്ള് കിടക്കുന്നത്. അപ്പോൾ ആകെ 20 ഉറുപ്പ്യ 30 ഉറുപ്പ്യ ഉള്ളൂ അങ്ങോട്ട് ചാർജ്, 20 ഉറുപ്പ്യ ഉള്ളൂ ചാർജ്. നീ പോലെ 100 ഉറുപ്പ്യ എടുക്കണില്ല ലാഭം അതേ കാരണം ഞാൻ പറയുന്നത്. ഓക്കെ.
അപ്പോൾ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉൾഭാഗം ഫുള്ള് ഏകദേശമൊക്കെ പതിമുക്കാലൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഉള്ളിൽ കണ്ടുകൊണ്ട് ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ സർക്യൂട്ട് ബസ്സിൽ ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വേറെ ബസ് കയറി കേട്ടോ. ബോട്ട് ഹൗസിലേക്ക് ആക്കിയാണ് നമ്മളിപ്പോൾ കയറി സർക്യൂട്ട് ബസ്സിൽ. അതിൻ്റെ ബസ്സിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മൾ നേരത്തെ കാണിച്ച ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതി. ഒരു പാസ്സാണ്, ആ പാസ് കാണിച്ചു കൊടുത്താൽ മതി. ഈ ബസ്സിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് ഇതേമാതിരിയാണ് അതിൻ്റെ ഉള്ളിൽ തിരക്ക്. ഇതിലാറുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് ആയതുകൊണ്ട് കുറച്ച് റിട്ടേൺ ആയതുകൊണ്ടാണ് കുറച്ച് ആൾ കമ്മി വന്നത്. പിന്നെ എന്താ വെച്ചാൽ 5 വയസ്സിൻ്റെ മുകൾക്കുള്ള എല്ലാ കുട്ടികൾക്കും 50 റുപ്യ കൊടുക്കണം. പിന്നെ വലിയ ആൾക്കാർക്ക് 100 റുപ്യാണ് കേട്ടോ ചാർജ്. അത് പ്രത്യേകം എടുത്ത് പറയണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ടിക്കറ്റ് കൊടുക്കാത്തവർക്ക് പിന്നെ പിടിച്ച് കഴിഞ്ഞാൽ 500 റുപ്യ ഫൈനൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല ഏതായാലും. അപ്പോൾ അതിനൊന്നും ആരും മുന്നിൽ നിൽക്കണ്ട. പിന്നെ അന്യനാടല്ലേ, അതൊക്കെ മുൻകരുതി നമ്മളെ നാടൊന്നല്ലല്ലോ. അപ്പോൾ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കണം. സർക്യൂട്ട് ബസ്സിൽ ചുരുക്കി പറഞ്ഞാൽ അതാണ് അവസ്ഥ. ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ നമ്മൾ ബോട്ട് ഹൗസിൽ ലക്ഷാക്കിയാണ്ടപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ ഫ്ലവർ ഷോൻ്റെ തലേന്നാണ് ഇപ്പോൾ നമ്മൾ ഊട്ടിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഊട്ടിയിൽ ഭയങ്കര റഷാണ്, ഭയങ്കര ബ്ലോക്കാണ്. കണ്ടോളി. പതിനേഴ് PHF എന്താ അങ്ങനെ എന്താ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. അവിടെ ബസ് അവിടെ ആൾട്ടാക്കിയിട്ട് ഓല ബസ് പോരാ. അത് ഇതിന് മുന്നേ നമ്മൾ കണ്ടതാണ് സംഗതി. അവിടുന്ന് അവിടെ ബസ് ആൾട്ടാക്കിയിട്ട് ബല KSRTC ബസ് ഉണ്ട്. അതിലങ്ങനെ നമ്മളിങ്ങനെ പോരുക. ഞങ്ങളൊരു 10-44 ആൾക്കാരോളം നമ്മളുണ്ട് ബോട്ട് ഹൗസിക്ക്. ഇനി ബോട്ട് ഹൗസിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കുതിര. അതാ കുതിര റൈഡിങ് ഹോഴ്സ് റൈഡിങ്. വെള്ളക്കുതിര, ഓടും കുതിര, ചാടും കുതിര, വള്ളം കാണാൻ നിൽക്കും കുതിര. പോട്ടെ. നെക്സ്റ്റ് കറുപ്പുണ്ട്, വെള്ളണ്ട്. അയ്യോ അടിപൊളി, പൊളി. അപ്പൊ നമ്മൾ ബോട്ട് ഹൗസിലെത്തിട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മളവിടെ മറ്റേ എന്താ പറയാ ഗാർഡനിൽ കയറിയിട്ട്, ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയിട്ട് അവിടെ നേരെ പോകുന്നു. പിന്നെ ബോട്ട് ഹൗസിലേക്കാണ് ഇനി നമ്മൾ പോന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അവിടുന്ന് ബസ്സിൽ ഓല ബസ്സിൽ കയറിയിട്ട് ഓല ബസ്സിൽ ഓരോരുത്തർക്ക് 100 റുപ്യ, കുട്ടികൾക്ക് 50 റുപ്യ, വലിയവർക്ക് 100 റുപ്യ. അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറണം. ഇനി നമ്മൾ ബോട്ടിൽ കയറാനുള്ള പരിപാടിയില്ല. ഞങ്ങളൊരു 44 ആൾക്കാർ ഏകദേശം സുബൈക്ക് ഒരു 5 മണിക്ക് നമ്മൾ പോകുന്നിക്കണേ. ഇവിടുത്തെ തിരക്കൊക്കെയാണ്, ഭയങ്കര തിരക്കാണ്.
ബസ്സിലാണെങ്കിൽ അതിലാറെ തിരക്കാണ്. നമ്മളപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളവിടുത്തെ ഒരു ബായിയാണ്. പിന്നെ നമ്മളൊരു ടീമാണത്. ഇതൊക്കെയാണ് നമ്മൾ പെയിൻറ്റിങ് ടീം. അതായത് സിയാബ്, അതായത് പെയിൻറ്റിങ് ടീമാണ് നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മളെ ടൂറ് ഫുള്ള്. NCI പെയിൻറ്റും അതേമാതിരി പ്രദേശ് പെയിൻറ്റ് കമ്പനിയും സ്പോൺസർ ചെയ്തിട്ടുള്ള ടൂറാണ് ഇത്. അപ്പോൾ രാവിലെ ഒരു 1 ഡേ ട്രിപ്പായിക്കാണ് നമ്മൾ പോകുന്നതാണ്. ഇപ്പം നമ്മൾ ബോട്ട് ഹൗസത്തെ കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് ഊട്ടിക്ക് പണ്ടാറടിക്കാല് അന്ന് മഴ ചെല്ലുണ്ട്. ഇന്നിപ്പോ രാവിലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മഴ പെച്ച് മഴ ഇല്ലാന്ന്. ഇതാ മഴ ഇന്നും പെയ്തു, പെരും മഴ തുടങ്ങിയിട്ടില്ല കേട്ടോ. മഴ തുടങ്ങിയിട്ടുള്ളൂ. ഏതായാലും മഴ പെയ്ജിനെ നമുക്ക് കാണാം. മഴ പെയ്താ പിന്നെ ഊട്ടിയത്തെ കഥ കുമ്പളങ്ങ. എന്ന് വന്നാലും ഇതേമാതിരി അവസ്ഥ, മഴ വെച്ചിട്ടുണ്ട്. ബോട്ടിക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ മക്കളെ. ഈ കാണുന്നത് ഫുള്ള് ബോട്ട്, അതായത് വലിയ ബോട്ടിക്ക് ഈ ഒരു ഇതുപോലുള്ള 10-15 ആൾക്കാർ കയറി പോണ ബോട്ടിക്കുള്ള ക്യൂ ആണ്. അതിനിങ്ങനെ വരി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ബോട്ടിക്ക് ഇങ്ങനെ വന്ന് ബോട്ട് ഹൗസിലേക്ക് വന്ന് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയിൽ വന്നാൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പറഞ്ഞാൽ ഒന്നുമില്ല. അവിടെ നിന്നാൽ ബോട്ടിൽ, ചെറിയ ബോട്ടിൽ സവാരി അടുത്ത് ഇഷ്ടം പോലെ സവാരി അടുത്തുണ്ട്. അത് വേറെ വൈബാണ് കേട്ടോ. ഇതൊക്കെയാണ് ചെറിയ ബോട്ടിൽ ഇങ്ങനെ. അതിനും അതേമാതിരി ഏകദേശം 100-500 റുപ്യേൻ്റെ അടുത്ത് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ആകെ 10 ഒക്കെ ഉണ്ടാവുള്ളൂ തോന്നണേ നടത്താനുള്ളത്. കിട്ടി മക്കളെ, കിട്ടി. പെരുമഴ. ഊട്ടിയിൽ വന്നിട്ട് പെരുമഴ കിട്ടി. മഴ കിട്ടി. കണ്ടുപോയി നല്ല മഴ. എല്ലാവർക്കും ഊട്ടിക്ക് വന്നാലും മഴ കിട്ടലുണ്ടാവില്ല. ഇപ്രാവശ്യവും കിട്ടി മഴ. എല്ലാവരും കയറി ഒക്കെ ആകെ റോഡൊക്കെ ശൂന്യമായി. പെരുമഴ കണ്ടുപോയി. ബോട്ട് ഹൗസിൽ എത്തിയിട്ടാട്ടോ മഴ കിട്ടിയത്. അതോളം മഴയൊന്നും കിട്ടിയിട്ടില്ല. തമിഴ്നാടിന്റെ KSRTC പേയ്മെന്റോ? നമ്മളെ ബസ്സിനോട് അങ്ങോട്ട് വരാൻ പറയല്ലേ? വേറെ കൂട്ടിയാ നമ്മളെന്നോളെ നമ്മക്കാച്ചൊരു ബസ് ഏൽപ്പിച്ചാണ്. അപ്പൊ നമ്മള് ഊട്ടിയില് ബോട്ടാണിക്കൽ ഗാർഡന്, ബോട്ട് ഹൗസ്, ബാക്കിയുള്ള സംഗതികളൊക്കെ കണ്ട് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം 3 മണിക്ക് നമ്മൾ കഴിക്കണത്. 3 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഏകദേശം ഒരു 3:30-4 മണിക്ക് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ പോകുന്നത് മൊട്ടക്കുന്ന് ലക്ഷ്യമാക്കി ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ട നമ്മളെ ഷൂട്ടിംഗ് പോയിൻ്റാണ്. പിന്നെ യൂക്കാലിഫിൻ്റെ മരങ്ങൾ, അതിൻ്റെ അവിടുന്ന് സംഗതി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇറങ്ങി. ഇങ്ങനെ യൂക്കാലിഫിൻ്റെ മരങ്ങളാണ് ഈ നീണ്ടു നീർന്ന് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പോയാറേ. അപ്പോൾ നമ്മളവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മൊട്ടക്കുന്ന് ലക്ഷ്യമാക്കി പോരുകയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മൊട്ടക്കുന്നിൽ അതിൻ്റെ മുന്നായിട്ട് ബസ്സൊക്കെ പാർക്ക് ചെയ്ത് കണ്ട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോകുന്നത്. ബസ്സൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നിങ്ങനെ പോരുകയാണ്. അതിലിപ്പോൾ അതിൻ്റെ മൊട്ടക്കുന്നിൻ്റെ മുകൾക്ക് കയറാൻ ഒരാൾക്ക് 40 രൂപ ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതിൽ ഏകദേശം 3/4 എല്ലാവരും
അതിന് മുകൾക്ക് കയറിയിട്ടുണ്ട്. ഒട്ടക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ 4:30-5 മണി ആ ആയിട്ടുണ്ട്. അപ്പോൾ പറ്റ നല്ല കറക്റ്റ് ടൈമാണ്. വെയിലും ഒന്നുമില്ല. പിന്നെ ചെറിയ ഇവിടെ പെയ്ത മഴ ഇങ്ങോട്ട് പെയ്തിട്ടില്ല കേട്ടോ. ഇവിടേക്ക് അതിൻ്റെ ഒരു അംശം പോലും ഇവിടേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ മുട്ടക്കുന്നിൻ്റെ മുകൾക്ക് ടിക്കറ്റൊക്കെ എടുത്താണ് നമ്മളിങ്ങനെ കയറി പോകുന്നത്. നല്ല ആളും ഉണ്ട്. എന്താ ചേട്ടാ കൊമ്പ് ഭരന. ഇപ്പം നമ്മൾ മൊട്ടക്കുന്നിൻ്റെ ഏറ്റവും മുകളിലാണെന്ന് വരുന്നൊരു അടിപൊളി ഒരു ഫാമിലിനെ കണ്ടു. ഒരു ഫാമിലി പറഞ്ഞാൽ ഒരു ബാംഗ്ലൂരിലെ ടീമാണ്. ഒരു ക്യൂട്ട് കുട്ടി, നല്ല അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടോ. പിന്നെ അവിടുന്ന് പിന്നെയും മൊട്ടക്കുന്നിൻ്റെ മുകൾക്ക് അങ്ങനെ നടന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. കുറേ ആൾക്കാർ കീഴ്പ്പെട്ട് പോകുന്നുണ്ട്. ഏതായാലും മുകൾക്കെത്തുമ്പോൾ അതിന് കിതച്ചൊരു ഭാഗം തീരും. അതിന് മാത്രം കയറ്റം കയറിയിട്ടുണ്ട് എല്ലാവരും. അവസാനം നമ്മൾ എത്തിപ്പെട്ടു മൊട്ടക്കുന്നിൻ്റെ മണ്ടയിൽ. മൊട്ടക്കുന്നിൻ്റെ മണ്ടയിൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോളിയാ. എന്താ വൈബ്! താഴെ ഭാഗത്തേക്ക് കണ്ടാല് പൊളിയാണ്, അടിപൊളി. നല്ല ആൾക്കാരാട്ടോ. ഫ്ലവർ ഷോന്റെ ടൈമും ഈ സമയമൊക്കെ ആയതും നല്ല ജനങ്ങളാണ്. എന്താ രസം കാണാൻ. അപ്പോൾ നമ്മൾ മൊട്ടക്കുന്നൊക്കെ കണ്ട് നമ്മൾ കീഴ്പ്പെട്ട് ഇറങ്ങി നമ്മൾ ബസ്സിലേക്ക് കയറി. ഇനി ആർമാദിക്കുന്ന സമയമാണ്. ബസ്സൊക്കെ സ്റ്റാർട്ടാക്കി നമ്മളങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാനും പാട്ടാടി. പാട്ടൊക്കെ വേറെ ചെറുക്കും വേറെ ആൾക്കാർ പാട്ടാണ്. കുറേ എല്ലാവരും പാട്ടാടി ആർമാദിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ യാത്ര ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പാട്ടൊന്നും ഇപ്പോൾ ഇതിൽ ചേർക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കോപ്പി ക്ലെയിം അങ്ങനത്തെ ഒരു സംഗതി എല്ലാവർക്കും ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ സംഗതി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല, മ്യൂസിക് ചേർത്തുകൊണ്ട്. അപ്പോൾ ഇനി ഡാൻസിൻ്റെ ടൈമാണ്. ഫുൾ ഡാൻസാണ് ഇനി എല്ലാവരും. അപ്പം ഞാൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഫുൾ ഡാൻസ്. ബസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഫുള്ള് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് ഒരു അടിപൊളിയാക്കിയൊരു ഫുൾ വൈബാണ്. അമ്മാരി അടിപൊളി ഒരു കാഴ്ചയാണ് ഇനി കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഡാൻസൊക്കെ കളിച്ചിട്ട് അടി കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ നാട് കാണി ചേർത്തുമ്പോൾ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ ആനനെ കണ്ടിരുന്നു. അതേ ആന തിരിച്ച് വീണ്ടും നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ വീണ്ടും നമുക്ക് ആന വീണ്ടും കാണാൻ സാധിച്ചു. ഏതായാലും നാട് കാണി ചേർത്തുമ്പോൾ ആന ഏതായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഗംഭീര കാഴ്ചയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡാൻസാണ്, ഫുൾ ഡാൻസ്.
അപ്പോൾ ഊട്ടിയൊക്കെ നമ്മളെല്ലാവരും ഫുള്ള് കണ്ട് എല്ലാവരും ഇങ്ങനെ ഏകദേശം ഒരു 6 മണിക്ക് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു. വൈക്കോടുന്ന് അൽഫാമും മന്തിയും ഇതും എന്താണ് നെയ്ച്ചോറൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് കഴിച്ച്. പിന്നെ നമ്മളെ യാത്ര ഇന്ന് ഫുൾ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് NCI ഗ്രൂപ്പ് ഓഫ് കമ്പനിയും പിന്നെ ബ്രദേഴ്സ് പെയിൻറ്റേഴ്സ് ഓഫ് കമ്പനിയും നമുക്ക് യാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് 2 ടീമിനും ഒരു ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഫുൾ താങ്ക്സ്. ഇനി പുതിയൊരു വീഡിയോ അടിപൊളി വീഡിയോയുമായി അടുത്ത ദിവസം വരേക്കും സ്റ്റേ ട്യൂൺ.